ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത് കുറച്ച് വാക്കുകൾ, വവലുകൾ ഇട്ടുള്ള കുറച്ച് വാക്കുകൾ കാണുകയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു, ഓരോ വാക്കിന്റെ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള കുത്തുകൾ ഇട്ടുള്ള വവലുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവസാനത്തെ 3 മോഡൽ വവലുകളാണ്. അതായത് ഓയ്, ഊവ്, ഈയ്. അപ്പോൾ അക്ഷരങ്ങളോട് കൂടി സെപ്പറേറ്റ് ആയിട്ടുള്ള വവലുകൾ ഇട്ടാണ് ഇവിടെ വാക്കുകൾ നമ്മൾ എഴുതുന്നത്. അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമുക്കിപ്പോൾ കാണാം. ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് ഒരു വാക്ക്. ആദ്യത്തെ അക്ഷരം താവാണ്. താവിന് വവലില്ല. റേഷിന്റെ വവല് ഓ വന്നിരിക്കുന്നു. നുന്നിന്റെ വവല് ഓ വന്നിരിക്കുന്നു. സമക്കസ് വന്നിരിക്കുന്നു. സമക്കസിന്റെ സ. അപ്പോൾ ഇത് വായിക്കുന്നത് ത്രോണോസ് എന്നാണ്. ത്രോണോസ്. ത്രോണോസിന്റെ അർത്ഥം ത്രോൺ എന്നോ ഓൾട്ടർ എന്നോ ഒക്കെ നമുക്ക് പറയാം. ത്രോൺ അല്ലെങ്കിൽ ഓൾട്ടർ. ത്രോൺ അല്ലെങ്കിൽ ഓൾട്ടർ. ത്രോണോസ്. ത്രോണോസ്. അടുത്ത വാക്ക് കാപ്പ്. കാപ്പിന് വവലായിട്ട് ഊ ഇടുന്നു. അതിനുശേഷം റേഷ് വരുന്നു. റേഷിന് വവലില്ല. വീണ്ടും സമക്കസ് വരുന്നു. സമക്കസിന് വവലില്ല. അതിനുശേഷം യോത്. യോതിന് ആ വവലിടുന്നു. അവസാനം ആലപ്പില് ഇൻഡ് ചെയ്യുന്നു. അപ്പോൾ കാപ്പിനിടുമ്പോൾ കൂ ആയി. കുറ് സ് യ. അപ്പൊ കുർസിയ എന്ന് പറയും. കുർസിയ. കുർസിയ. ഇതിനർത്ഥം ചെയർ എന്നൊക്കെയാണ്. ചെയർ. കസേരയ്ക്ക് പറയുന്ന സുറിയാനി വാക്കാണ് ചെയർ. വേണമെങ്കിൽ നമുക്ക് ഓൾട്ടർ. ഓൾട്ടർ കർത്താവിന്റെ ഇരിപ്പിടമാണല്ലോ, ദൈവത്തിന്റെ ഇരിപ്പിടമാണല്ലോ ഓൾട്ടർ. അതുകൊണ്ട് ആ രീതിയിലും കുർസിയ ഉപയോഗിക്കാറുണ്ട്. കുർസിയ. അടുത്ത വാക്ക് ഹേത്ത്. ലാമത്. ലാമതിന് ഓ ഓവല് വന്നു. സോറി, ലാമതിന് ഓ ഓവൽ വരുന്നു. വീണ്ടും ലാമതിടുന്നു. ലാമതിന് ആ ഓവല് വരുന്നു. അവസാനം ആലപ്പേല് എൻഡ് ചെയ്യുന്നു. ഹ്ലോല എന്ന് പറയും. ഹേത്തിന് ഓവലില്ല. ലാമതിന് ഓ ഓവല്. പിന്നെ ലാമതിന് ആ ഓവല്. അപ്പോൾ ഹ്ലോല. ഹ്ലോല. ഇതിനർത്ഥം വെഡിങ് എന്നാണ്. വെഡിങ്. വെഡിങ്. ഹ്ലോല. അടുത്തത് യോത്. യോതിന്റെ അടിയില് കുത്തിടുമ്പോൾ ഈ നായി. ഷിന്ന്. ഷിന്നിന് ഓ ഓവലിടുന്നു. അതേ കൂട്ടി എ വരുന്നു. എ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈശോ എന്നാണ് പറയേണ്ടത്. നമ്മുടെ ഈശോയ്ക്ക് പറയുന്ന വാക്കാണ് ഈശോ. ഈശോ. എയിൽ അവസാനിക്കുന്നത്
കൊണ്ട് അത് നീട്ടി പറഞ്ഞാൽ മതി. ഷോ എന്നുള്ളത് നീട്ടി പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈശോ എന്ന് പറയുന്നത് അവസാനം ഒരു എ ആണെങ്കിൽ അതിന്റെ ഉച്ചാരണം ആ ആയതുകൊണ്ട് നീട്ടി പറഞ്ഞ് ഈശോ എന്നാക്കാം. നമുക്ക് ഈശോ, 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 അല്ലെങ്കിൽ ജീസസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷില് ജീസസ്. ഇപ്രകാരമാണ് ഈശോ എന്ന് എഴുതുന്നത്. ഈശോ. അടുത്തത് ഈശോ കണ്ടതുകൊണ്ട് അതിന്റെ ബാക്കി കാണാം. മിമ്മിന് വവലില്ല, അപ്പോൾ മ ആയി. അതിനുശേഷം ഷിന്നിന് ഈ വവല് വന്നു. അതേ കൂട്ടി ഹേത്ത് വന്നു. ഹേത്തിന് ആ വവല് വരുന്നു. അവസാനം ആലപ്പേൽ അവസാനിക്കും. ഷീഹ. അപ്പോൾ ഈശോ മിശിഹ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള രൂപമാണ് മിശീഹ. മിശീഹ, മശീഹ. മശീഹ അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ക്രൈസ്റ്റ്. മശീഹ, മശീഹ. മശീഹ അല്ല, മശീഹ. അടുത്ത വാക്ക് ഷിന്നാണ്. ഷിന്നെ കൂട്ടി ലാമത് വരുന്നു. ലാമതിന്റെ വവൽ ഈ വരുന്നു. അതേ കൂട്ടി ഹേത്ത് വരുന്നു. ഹേത്തിന് ആ വവല് വരുന്നു. ഒടുവില് ആലപ്പ്. ശ്ലീഹ, ശ്ലീഹ, ശ്ലീഹ. നമ്മുടെ ശ്ലീഹന്മാരുടെ വാക്ക് ഇതാണ്, ശ്ലീഹ. ഇപ്പൊ ഇത് അപ്പോസൽ എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അപ്പോസൽ, ശ്ലീഹ. അടുത്ത വാക്ക് പേ ആണ്. പേയുടെ വവല് ഊ ഇട്ടു. പേയുടെ വവല് ഊ. മിമ്മ്, മിമ്മിന് ആ വവല് കൊടുക്കുന്നു. ഒടുവില് ആലപ്പ്. പൂമ, പൂമ, പൂമ. അർത്ഥം മൗത്ത്. പൂമ എന്ന് വെച്ചാല് മൗത്ത് ആണ്, മൗത്ത്. പൂമ. നമുക്ക് ചെറിയൊരു സംശയം തോന്നി, ഇത് പൂമ എന്നും വായിക്കാവല്ലോ എന്നൊരു സംശയം തോന്നാം. ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ചില വാക്കുകൾക്ക് ഉച്ചാരണത്തിൽ ചില പ്രത്യേകതകളുണ്ടല്ലോ, അത് നമ്മൾ നിരന്തരമായ ഉപയോഗത്തിലൂടെ ശീലമാകണം. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും പുമ എന്ന് ഉച്ചരിക്കാറില്ല, പൂമ എന്നാണ് പൊതുവെ ഉച്ചരിക്കാറുള്ളത്. അത് നമുക്ക് സാവകാശം. കാരണം ഊവിനും രണ്ടിനും ഒരേ വവല് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് പൂമ എന്നാണ് പറയുന്നത്, പൂമ. അടുത്ത വാക്ക് റേഷ്. റേഷിന് വാവ് ഊ വവലിടുന്നു. അതേ കൂട്ടി ഹേത്ത് വരുന്നു. ഹേത്തിന് ആ വവലിടുന്നു. ആലപ്പൽ അവസാനിക്കുന്നു. ഇതും റൂഹ. റുഹ എന്നല്ല, റൂഹ എന്ന് ഉച്ചരിച്ച് പഠിക്കുക. റൂഹ, റൂഹ അല്ലെങ്കിൽ സ്പിരിറ്റ്. സ്പിരിറ്റ്, റൂഹ. അടുത്ത വാക്ക് കോപ്പ്. കോപ്പിന് ഊ വവല് വരുന്നു. അതേ തുടർന്ന് റേഷ് വരുന്നു. റേഷിന് വവലില്ല. തുടർന്ന് ബേസ് വരുന്നു. ബേസിന് ആ വവല് കൊടുക്കുന്നു. അതേ കൂട്ടി നുന്ന് വരുന്നു. നുന്നിന് ആ വവല് വരുന്നു. അവസാനം ആലം.
ഖുർബാന, ഖുർബാന, ഖുർബാന. നമ്മൾ സാധാരണ കുർബാന കുർബാന ആണ് പറയുന്നത്. ശരിക്കും കോപ്പ് ആയതുകൊണ്ട് കുർബാന മലയാളത്തിൽ എഴുതുമ്പോഴും ഇഖയാണ് ഉപയോഗിക്കേണ്ടത്. ഇഖ. ഇത് ഓഫറിങ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓഫറിങ്, കുർബാന, കുർബാന, ഓഫറിങ്, കുർബാന. അടുത്ത വാക്ക് കോപ്പ് തന്നെ. കോപ്പിന് ഊ വവലിടുന്നു. അതേ കൂട്ടി ദാലസ് വരുന്നു. ദാലസിന് ആ വവല് വരുന്നു. അതേ കൂട്ടി ഷിന്ന് വരുന്നു. ഷിന്നിനും ആ വവല് വരുന്നു. ഖുദാശ. പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഖുദാശ എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ടാകും. ഇതും ഖൂദാശ എന്ന് പറഞ്ഞ് പഠിക്കുക. ഖൂദാശ. ഇവിടെ ദാലസിന്റെ വവലുകൾ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സംശയം തോന്നാം. ഇതിപ്പോൾ റേഷ്യന് ആ വവൽ ഇട്ടേക്കണതല്ലേ എന്നൊരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. നമ്മൾ ടൈപ്പ് ചെയ്ത് കിട്ടുന്ന മാറ്ററിൽ ഒരിക്കലും ഇതൊരു കൺഫ്യൂഷൻ വരുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചായിരുന്നു തോന്നുന്നു. റേഷ്യന്റെയും ദാലസിന്റെയും ഒക്കെ കുത്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കുത്താണെങ്കിലും ഒരു ചതുരക്കട്ട പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ദാലസിന്റെ അടിയിലത്തെ കുത്ത് ഇങ്ങനെ വട്ടത്തിലാകുന്നതിന് പകരം ഇങ്ങനെ ഒരു ചതുരക്കട്ട പോലെ ആയിരിക്കും. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. എഴുതുമ്പം നമ്മൾ പൊതുവെ അങ്ങനെ നോക്കാറില്ല. പക്ഷെ ടൈപ്പ് ചെയ്ത് കിട്ടുമ്പോൾ ഇത് പ്രകാരം ഒരു ചതുരക്കട്ട പോലെ ആയിരിക്കും. വവ്വലിന്റെ കുത്തുകൾ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും. ഓവൽ ഷേപ്പിൽ. നമുക്ക് അവിടെ തിരിച്ചറിയാൻ സാധിക്കും. കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. അങ്ങനെ ഇത് ഖുദാശ എന്ന് പറയാം. ഖുദാശ. സാക്രമെന്റ്, 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 ഖുദാശ. അടുത്ത വാക്ക് ആലപ്പ്. ആലപ്പിന് ഈ വവല് വരുന്നു. അതേ കൂട്ടി ദാലസ്. ദാലസിന് ആ വവല് വരുന്നു. ഒടുവില് ആലപ്പ്. ഇതും ഇത എന്ന് വേണം നമുക്ക് പറഞ്ഞു പഠിക്കാം. പക്ഷെ ശരിക്കും ഉച്ചരിക്കേണ്ടത് ഈദ എന്നാണ്. ഈദ, ഈദ. അതിന്റെ അർത്ഥം ഹാൻഡ് എന്നാണ്. ഹാൻഡ്. ഈദ, ഹാൻഡ്, ഈദ. അടുത്ത വാക്ക് ബേസ്. ബേസിന് ഈ വവല് വരുന്നു. അതേ കൂട്ടി ഷിന്ന്. ഷിന്നിന് ആ വവല് വരുന്നു. ഒടുവില് ആലപ്പ്. ബീശ. നമ്മൾ കണ്ട വാക്കുകൾ പോലെ എല്ലാം നീട്ടി അങ്ങ് ഉച്ചരിക്കുക. ബീശ, ബീശ. അർത്ഥം ബാഡ് അല്ലെങ്കിൽ ഈവിൾ ഒക്കെയാണ്. ഈവിൾ. ബീശ, ബീശ. അടുത്ത വാക്ക് സാദെ. ലാമത്. ലാമതിന് ഈ വവല് വരുന്നു. അടുത്ത വാക്ക് ബേസ്. ബേസിനടിയിൽ ഞാൻ കുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. സോഫ്റ്റ് ആക്കുന്ന ഫോമുകളാണ്. ഇനി അതും കൂടെ ഉള്ള കുറച്ച് വാക്കുകളുടെ കാണുവാണ്. അപ്പൊ ബേസിന്റെ അടിയിൽ കുത്തിടുമ്പോൾ വായാകും. അപ്പോൾ ഇത് വായിക്കേണ്ടത് സ്ലീവ, സ്ലീവ എന്നാണ് പറയുന്നത്. സ്ലീവ. സ്ലീബ എന്നല്ല. കാരണം ബേസിന്റെ അടിയിൽ കുത്ത് കിടപ്പുണ്ട് സോഫ്റ്റിന്റെ. അതുകൊണ്ട് സ്ലീവ എന്നാക്കണം. സ്ലീവ. അർത്ഥം ക്രോസ്, ക്രോസ്, കുരിശ്. സ്ലീവ. അടുത്ത വാക്ക് തേത്താണ്. തേത്തിന് ആ വവല് വരുന്നു.
അതേ കൂട്ടി ബേസ്, ബേസിന് സോഫ്റ്റ് കുത്തിടുന്നു. അതുപോലെ തന്നെ വവലിട്ട് കൊടുക്കുന്നു. അവസാനം ആലപ്പിടുന്നു. താവ, താവ, താവ. അർത്ഥം ഗുഡ്, ഗുഡ് എന്ന് പറയുന്നത്. താവ. അടുത്ത വാക്ക് ഗാമല്, ഗാമലിന് ആ വവലിടുന്നു. അതേ കൂട്ടി ബേസ്, ബേസിന് സോഫ്റ്റ് വവല്. അതേ കൂട്ടി റേഷ്, റേഷിന് ആ വവലും കൂടി ഇടുന്നു. അപ്പൊ 3 കുത്തുകൾ മുകളിലെത്തും. അവസാനം ഒരു ആലപ്പ്. ഗൗറ, ഗൗറ. ബേസിന് സോഫ്റ്റ് കുത്ത് കിടക്കുന്നുണ്ട്, വായാകുന്നു. ഗൗറ. മാൻ, മാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹസ്ബൻഡ്. ഗൗറ, ഗൗറ. അടുത്ത വാക്ക് ഹേത്ത്. ഹേത്തിന് ആ വവലിടുന്നു, ലാമതിടുന്നു. അതേ കൂട്ടി ബേസ്, ബേസിന് സോഫ്റ്റ് വവൽ ഇടുന്നു. അതുപോലെ തന്നെ ആ വവലും കൂടി ഇടുന്നു. അവസാനം ആലപ്പിടുന്നു. ഹൽവ, ഹൽവ, ഹൽവ. മീനിങ് മിൽക്ക്. ഹൽവ, മിൽക്ക്, ഹൽവ. അടുത്ത വാക്ക് കാപ്പ്. കാപ്പിനെ കൂട്ടി താവിന് സോഫ്റ്റ് വവലിടുന്നു. അതോടൊപ്പം തന്നെ ആ വവലിടുന്നു. വീണ്ടും ബേസ് എഴുതുന്നു, ബേസിനും സോഫ്റ്റ് വവലിടുന്നു. അവസാനം ആലപ്പ്. സാവ, സാവ. സാവാന കിടക്കുന്നെങ്കിൽ നമുക്ക് ഉച്ചരിക്കാനുള്ള എളുപ്പത്തിന് സാവ എന്ന് പറഞ്ഞാൽ മതി. കാപ്പ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് സാവ എന്ന് വേണേലും പറയാം. സാവ. ഇതുപോലെ മറ്റു ഭാഷകളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള അക്ഷരങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സങ്കീർത്തനം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ പി സാലം എന്നൊക്കെയാണ്. പിയും എസ് എ എൽ എം ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ പി ഒഴിവാക്കും, എൽ ഒഴിവാക്കി, എന്നിട്ട് സാം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെയാണ് വേണമെങ്കിൽ ഇതിനെ സാവ എന്ന് പറയാം. ഇതിന്റെ അർത്ഥം ബുക്ക് എന്നാണ്. ബുക്ക്, ബുക്ക്, ബുക്ക്. അടുത്ത വാക്ക് സാദേ. ലാമത്, വാവിന് ഓവലാകുന്നു. താവിടുന്നു, താവിന് സോഫ്റ്റ് വവൽ വരുന്നു. അതോടൊപ്പം തന്നെ ആ വവലും വരുന്നു. അവസാനം ആലപ്പ്. സ്ലോസ, സ്ലോസ, സ്ലോസ. ഇതിന്റെ അർത്ഥം പ്രയർ എന്നാണ്. പ്രയർ. നമ്മുടെ കുർബാന പുസ്തകത്തിലൊക്കെ ഹെഡിങ് ആയിട്ടും ഒക്കെ സ്ലോസ എന്നൊക്കെ നമ്മൾ ചില പ്രാർത്ഥനകളുടെ ഹെഡിങ് ആയിട്ട്. അപ്പൊ അത് സ്ലോസയാണ്, പ്രയർ ആണ്. സ്ലോസ. അടുത്ത വാക്ക് കാപ്പ്. കാപ്പിന് ആ വവല് വരുന്നു. അതേ കൂട്ടി റേഷ്, റേഷിന് ഓ വവല്. അതിന് സൈൻ ഇടുന്നു. സൈനിന് ഓവല് വരുന്നു. സോറി, ഊ വവല് വരുന്നു. വീണ്ടും താവിടുന്നു. താവിന് സോഫ്റ്റ് വവലും ആയു ഇടുന്നു. അവസാനം ആലം.
കാറോസൂസ, കാറോസൂസ, അല്ല കാറോസൂസ. പ്രൊക്ലമേഷൻ എന്നൊക്കെ നമ്മൾ പറയും. പ്രൊക്ലമേഷൻ, പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ, പ്രൊക്ലമേഷൻ, കാറോസൂസ, പ്രൊക്ലമേഷൻ. നമ്മുടെ കുർബാനയില് സുവിശേഷ വായനയ്ക്ക് ശേഷം ആണല്ലോ കാറോസൂസ വരുന്നത്. അതിന്റെ വാക്ക് ഇതാണ്, കാറോസൂസ. അടുത്ത വാക്ക് സമക്കസ്. സമക്കസിന് ആ വവലിടുന്നു. അതേ കൂട്ടി ബേസ് വരുന്നു. ബേസിന് സോഫ്റ്റ് വവൽ വരുന്നു. റേഷ് ഇടുന്നു. റേഷിന് ആ വവൽ വരുന്നു. അവസാനം ആല. സൗറ, സൗറ, സൗറ. ഹോപ്പ് എന്നാണ്, ഹോപ്പ്. സൗറ, ഹോപ്പ്. അടുത്ത വാക്ക് ആദ്യം നുന്നിടുന്നു. നുന്നിന് ആ വവൽ കൊടുക്കുന്നു. അതേ കൂട്ടി പേ എഴുതുന്നു. പേയ്ക്ക് അടിയിൽ ചന്ദ്രക്കല ഇടുമ്പോൾ സോഫ്റ്റ് ആകുന്നു. അതേ കൂട്ടി ഷിന്ന് വരുന്നു. ഷിന്നിന് ആ വവൽ വരുന്നു. ഒടുവിൽ ആലപ്പ്. നഫ്ഷ, നഫ്ഷ, നഫ്ഷ. അർത്ഥം സോൾ എന്നാണ്, സോൾ, സോൾ. നഫ്ഷ, സോൾ. അടുത്ത വാക്ക് ആലപ്പ്. ആലപ്പിന് ആ വവലിടുന്നു. പേ വരുന്നു. പേയ്ക്ക് വീണ്ടും ചന്ദ്രക്കല അടിയിലിടുന്നു. അപ്പോൾ പ് എന്നാകുന്നു. അതേ കൂട്ടി താവ് വരുന്നു. താവിന് സോഫ്റ്റ് വവല്. അതോടൊപ്പം ആ വവലും കൂടി ഇടുന്നു. അവസാനം ആലപ്പ്. അവ്സ എന്ന് പറയും, അവ്സ, അവ്സ. ഒക്കേഷൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഒക്കേഷൻ, അവ്സ, ഒക്കേഷൻ, അവ്സ. ഒരു വാക്കും കൂടെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം മിമ്മ, മിമ്മിന് ആ വവൽ കൊടുക്കുന്നു. അതേ കൂട്ടി ലാമത് വരുന്നു. ലാമതിന് കാപ്പ്, ലാമതിന് ശേഷം കാപ്പ് വരുന്നു. കാപ്പിന് ഊ വവല് വരുന്നു. അതേ കൂട്ടി താവ്, താവിന് സോഫ്റ്റ് വവല്, സോഫ്റ്റ് ഫോം ഇടുന്നു. ഒപ്പം തന്നെ വവലും കൂടി ഇടുന്നു. അവസാനം ആലപ്പ്. മൽക്കൂസ, മൽക്കൂസ, മൽക്കൂസ. മൽക്കൂസ മൽക്കായുടെ, മൽക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവാണ്. രാജാവ് ഭരിക്കുന്ന സ്ഥലത്തിനാണ് മൽക്കൂസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിങ്ഡം, കിങ്ഡം ആണ്, കിങ്ഡം. കിങ്ഡം. മൽക്കൂസ, മൽക്കൂസ. മൽക്കൂസ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും വാക്കുകൾ മതിയായിരിക്കും. അടുത്ത ദിവസം നമുക്ക് കുറച്ച് റൂൾസുകൾ, നമ്മളിപ്പോ ബഗുദഗപ്പസിന്റെ ഉൾപ്പെടുന്ന വാക്കുകളാണ് ഇപ്പൊ കണ്ടത്. അതിന്റെ അകത്ത് ബഗുദഗപ്പസ് അതിന്റെ അകത്ത് സോഫ്റ്റ് ആക്കുമ്പോഴും ഹാർഡ് ആക്കുമ്പോഴും
ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമുക്ക് വാക്കുകൾക്ക് സോഫ്റ്റും ഹാർഡും ഇടുന്നത്. അതിന്റെ നിയമങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.